ഡോക്ടർ ജലീൽ, ഇത് പി കെ ഫിറോസ്, എല്ലാവർക്കും അറിയാം, നിങ്ങളും പി കെ ഫിറോസും ഒരുപാട് എല്ലാ സമയത്തും ഫൈറ്റ് നടക്കുകയാണ്. ഇത് പേഴ്സണലാണോ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയപരമാണോ? അല്ല, എപ്പോഴാണെങ്കിലും പി കെ ഫിറോസിനെ പറ്റി പറയുക, അല്ലെങ്കിൽ പി കെ ഫിറോസ് ജലീൽ സാറിനെ പറ്റി പറയുക, എന്താണ് സംഭവങ്ങൾ? അല്ല, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഞാനിരുന്ന കസേരയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫിറോസ് ഇരിക്കുന്നത്. അപ്പം ഞാനിരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ, ഞങ്ങളൊക്കെ അന്ന് പുലർത്തിയിരുന്ന സൂക്ഷ്മത, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലെ സത്യസന്ധത, അവരൊക്കെ കൈമോശം വരുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയ ആക്ഷേപമായിട്ട് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് പല യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ ഉന്നയിക്കുന്നത്. വലതുപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കന്മാർ പണമുണ്ടാക്കുക എന്നുള്ളതിന് വലിയ പ്രാമുഖ്യമാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, അത് ആളുകളെ വഞ്ചിച്ചിട്ടാണെങ്കിലും ചതിച്ചിട്ടാണെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും ഫണ്ടുകൾ മുക്കിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പൈസ ഉണ്ടാക്കുക, എന്നിട്ട് വിദേശ രാജ്യങ്ങളിലടക്കം വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക. ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള പണം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഇപ്പം നിങ്ങൾ 10-25 വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ എത്തിയ ഈ നിലയിലെത്താൻ വേണ്ടി കഴിഞ്ഞത്. ശരിയാണ്. എൻ്റെ സമയം, എൻ്റെ അധ്വാനം, ഇതൊക്കെ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈസ ഇല്ലെങ്കിലും പണമില്ലെങ്കിലും എനിക്ക് ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞത്. ഇതൊക്കെ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ്. നമ്മൾ ഏതൊരു കാര്യത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിലും നമുക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. പണം ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ സ്വാഭാവികമായും നിക്ഷേപിക്കാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ. ശരിയാ. അപ്പോൾ കുറേ സ്ഥാപനങ്ങൾ നടത്തുന്നു, നല്ല കാര്യം. ഞാൻ ചോദിച്ചതൊറ്റ ചോദ്യമേ ഉള്ളൂ, ഒരു ആൾക്ക് എങ്ങനെയാണ് നാട്ടിൽ നിന്നിട്ട് ഒരു കമ്പനി 5.25 ലക്ഷം രൂപ മാസശമ്പളം കൊടുക്കുന്നത്? പി കെ ഫിറോസിന് ഒരു കമ്പനി, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി 5.25 ലക്ഷം രൂപ മാസശമ്പളം കൊടുക്കുന്നു എന്നുള്ള രേഖ എനിക്ക് കിട്ടി. ആ രേഖ എനിക്ക് കൊണ്ടുവന്ന് തന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. കാരണം അല്ലാതെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക ആ രേഖ? ദുബായിൽ നിന്ന് കിട്ടണ്ടേ ആ രേഖ? ആ രേഖ ഇയാളുമായി വളരെ അടുത്ത ഒരാളിൽ നിന്ന് കിട്ടണ്ടേ? കാരണം നമ്മളുടെ ഇഖാമ, നമ്മളുടെ ലൈസൻസ്, ഇതൊക്കെ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഏറ്റവും അടുത്ത ആളുകളുടെ കയ്യിലല്ലേ? അതെ. അപ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ അത് കൊണ്ടുവരാനുള്ള കാരണം, ഇവൻ ചെയ്യുന്ന ഈ അന്യായങ്ങൾ തുടർന്നു കൊണ്ടുപോയാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വരെ അത് വലിയ വിഘാതമുണ്ടാക്കും, അത് പ്രയാസങ്ങളുണ്ടാക്കും. ലീഗിലൊരു പുതിയ സംസ്കാരം, പണമുണ്ടെങ്കിൽ മാത്രമേ ലീഗിൽ രക്ഷപ്പെടൂ എന്നുള്ള ഒരു സാഹചര്യം അത് ഉളവാക്കും. അതുകൊണ്ട് ഇത് പുറത്ത് കൊണ്ടുവരണം എന്ന് അവർ തീരുമാനിച്ചതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ ആ രേഖകളൊക്കെ കൊണ്ടുവന്ന് തന്നത്. എൻ്റെ ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ ഒരു പൊതുപ്രവർത്തകന് ഭാഗവാക്കാകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് അതിനുള്ള നിക്ഷേപമിറക്കാൻ പണം ലഭിച്ചത്? അത് ഈ ബന്ധപ്പെട്ട വ്യക്തി വ്യക്തമാക്കണം. അത് ഇന്ന് വരെ വ്യക്തമാക്കിയിട്ടില്ല. ഓരോ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും 10 ലക്ഷമാണെങ്കിൽ ആ 10 ലക്ഷം എവിടെ നിന്ന് കിട്ടി? അത് വെളിവാക്കപ്പെടേണ്ടേ? ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപം എന്നതിലുപരിയായി മുസ്ലിം ലീഗിൽ സമീപകാലത്ത് വളർന്നു വരുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം, ആ സംസ്കാരത്തിനെതിരാണ് മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. എനിക്കറിയാം മുസ്ലിം ലീഗിൻ്റെ അണികളെ, നല്ല മനുഷ്യരാണ്, പാവങ്ങളാണ്. ഇത് ഒരു വലിയ സേവന പ്രവർത്തനമായി, പടച്ചതമ്പുരാൻ പ്രതിഫലം നൽകുന്ന പ്രവൃത്തിയായി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് മാറുമെന്ന് കരുതുന്ന നല്ല മനുഷ്യരുടെ ഒരു കൂട്ടമാണ് മുസ്ലിം ലീഗ്. എന്നാൽ ആ ഒരു വിചാരത്തെ ചൂഷണം ചെയ്യുന്ന ചില നേതാക്കന്മാർ വളർന്നു വരുന്നു. അത് മുളയിലേ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി
നശിക്കുന്ന സാഹചര്യമുണ്ടാകും, ധാർമ്മികമായി നശിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ മുസ്ലിം ലീഗിലെ വളർന്നു വരുന്ന ആളുകൾ, ആ കഴിവുള്ള ആളുകൾ അംഗീകരിക്കപ്പെടാത്ത സ്ഥിതി സംജാതമാകും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഈർഷ്യ കൊണ്ട് പറഞ്ഞതല്ല. എങ്കിലും സാറിന് ഇപ്പോഴും മുസ്ലിം ലീഗിനോട് ഒരു സ്നേഹമുണ്ട്. മുസ്ലിം ലീഗ് തകരാൻ പാടില്ല എന്നാണല്ലോ പറയുന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇതൊന്നും അല്ല, ചെയ്യുന്നത്. മുസ്ലിം ലീഗ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലത്തെ മുസ്ലിം ലീഗിന് പ്രസക്തിയുണ്ട്. CHൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നോ ലീഗ്, ആ ലീഗിന് പ്രസക്തിയുണ്ട്. കാരണം CHനെ കേരളത്തിലെ എല്ലാവരും അംഗീകരിച്ചിരുന്നു, എല്ലാ മതസമുദായങ്ങളും അംഗീകരിച്ചിരുന്നു. NSSൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ, നായർ സർവീസ് സൊസൈറ്റിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ട ഏക മുസ്ലിം ലീഗിൻ്റെ നേതാവ് CH ആണ്. CHന് ശേഷം എന്തുകൊണ്ട് NSS അവരുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ലീഗിൻ്റെ സമാനനായ ഒരു മുസ്ലിം ലീഗ് നേതാവിനെ ക്ഷണിച്ചില്ല? അപ്പോൾ CHൻ്റെ കാലത്ത് മുസ്ലിം ലീഗ് സർവ്വസ്വീകാര്യമായിരുന്നു. എല്ലായിടത്തേക്കും പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയാൻ, അവതരിപ്പിക്കാൻ CHന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഉള്ള നേതാക്കന്മാർ അങ്ങനെ അല്ല. അവർ മുസ്ലിം ലീഗിനെ ഒരു മതസംഘടനയുടെ രൂപത്തിലേക്ക് പരിമിതപ്പെടുത്തുകയാണ്. CH മുസ്ലിം ലീഗിനെ ഒരു സെക്കുലർ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് വികസിപ്പിച്ചെടുത്തത്, വളർത്തിയെടുത്തത്. CHൻ്റെ തൊപ്പി ഒരിക്കലും ഒരു വർഗീയവാദിയുടെ തൊപ്പിയായി കേരളം പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. ഇന്ന് ലീഗിൻ്റെ ഒറ്റ നേതാക്കന്മാരും തൊപ്പി വെക്കുന്നില്ല. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വെക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ലീഗിൻ്റെ മറ്റു നേതാക്കന്മാർ, CH മന്ത്രിയായ ആളല്ലേ, MLA ആയിട്ടുള്ള ആളാണ്, MP ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ തൊപ്പി സ്ഥിരമായിട്ട് വെക്കുന്ന ആളുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ MLA മാർക്കിടയിൽ, മന്ത്രിമാരായവർക്കിടയിൽ ഇല്ലല്ലോ. ഇല്ല. എന്നിട്ട് പോലും ലീഗ് വർഗീയമായിട്ട് നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതല്ല പ്രശ്നം, നമ്മളുടെ മനസ്സാണ് പ്രശ്നം. നമ്മളുടെ പ്രവൃത്തിപഥത്തിലൂടെ നമ്മൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയതാണ് പ്രശ്നം. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ, വിശ്വാസ്യതയുള്ള, സമുദായത്തെ ആത്മാർത്ഥമായി വിശ്വാസത്തിൽ എടുക്കുന്ന നേതാക്കന്മാരുടെ വിടവും കുറവും ലീഗിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ തുടർന്ന് പോയാൽ ലീഗിന് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞു. ഞാൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഇപ്പോൾ അടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ സംസാരം കഴിഞ്ഞ് പിന്നെ ചോദിച്ചത്, നിങ്ങൾ മുനീറിൻ്റെ അടുത്ത് പോയിരുന്നോ, എന്താ അദ്ദേഹത്തിൻ്റെ അവസ്ഥ? CH മുഹമ്മദ് കോയ സാഹിബുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. CHൻ്റെ മകനുമായിട്ടും ഞാൻ ആ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. കുറച്ച് മുമ്പാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിൻ്റെ പഴയകാല നേതാവ് CH മുഹമ്മദ് കോയ, അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ സുഖവിവരം അന്വേഷിക്കുന്നു. എത്രയും പെട്ടെന്ന് അസുഖം മാറി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇങ്ങനെ ലീഗിൽ ആളുകളുണ്ട്. അത്തരം ആളുകളെ ഇങ്ങനെ വരുന്ന ഈ പുത്തൻകൂറ്റുകാരായ, പണത്തിൻ്റെ ബലത്തിൽ മാത്രം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് കരുതുന്നവർ നിഷ്പ്രഭരാക്കുകയാണ്. അവരാണ് ഇപ്പോൾ ലീഗിന് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ മുസ്ലിം ലീഗിൻ്റെ തന്നെ ആൾക്കാരാണ്, അണികളാണ് സാറിന് കൊണ്ടുവന്ന് ഡോക്യുമെൻ്റ് തന്നത്. അത് എന്തുകൊണ്ട് LDF ആയിട്ടുള്ള കണക്റ്റഡായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് തങ്ങൾ പാണക്കാട്ടിലോ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അതുപോലെ നമ്മൾ സെക്രട്ടറിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾക്ക് കൊണ്ടുതരാനുള്ള ഒരുപാട് തവണ ഇവരറിയിച്ചിട്ടുണ്ട്.
മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അവർ അറിയിച്ചിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി അവരെ അറിയിച്ചിട്ടുണ്ട്. മാസങ്ങളോളം അവരതിനൊക്കെ ഒരു മറുപടി കിട്ടുമെന്നുള്ള നിലക്ക് കാത്തിരുന്നിട്ടുണ്ട്. ഒരു മറുപടിയും കിട്ടാത്ത സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്ന് ഇത് പറയണം എന്ന് പറഞ്ഞത്. ഇത് ഇനി പറയുകയല്ലാതെ നിവൃത്തിയില്ല, ഇത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്യേണ്ടേ അത് എങ്ങനെയാണ് പ്രൂഫ് ചെയ്തിരിക്കുന്നുള്ളത് സാറേ? ഇത് കറക്റ്റ് ഡോക്യുമെന്റ് ആണോ, Correct ഫേക്ക് document ആണോ? ഫേക്ക് അല്ലല്ലോ, കാരണം ഫേക്ക് ആണെങ്കിൽ അവൻ തന്നെ പറയില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. 5.25 ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈസൻസ്, അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് കാർഡ്, അതൊക്കെ ഒറിജിനൽ. ഇപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ എവിടെ വേണമെന്നുണ്ടെങ്കിൽ. ശരിയാ. അപ്പോൾ ഒന്നും നിഷേധിച്ചിട്ടില്ല. ഇന്ന സ്ഥാപനങ്ങളിൽ ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചിട്ടില്ല. ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ ബിസിനസ് നടത്തുന്ന പൊതുപ്രവർത്തകനാണ്, അങ്ങനെ വേണം. അപ്പം ഞാൻ ചോദിച്ചു, CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ പറമ്പും ഒക്കെ പണയത്തിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ CH ഒരു മോശക്കാരനായ ലീഗുകാരനായിരുന്നോ? CHന് അറിയാമായിരുന്നില്ലേ ഈ ബിസിനസ് രാഷ്ട്രീയം? നമ്മൾ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ നിന്നാൽ, ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് ചെയ്യണം. ആ മേഖലയിൽ നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോകണം. പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുമ്പോൾ ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും, സ്വാഭാവികമാണത്. പക്ഷെ ആ നഷ്ടങ്ങൾ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നിയമാനുസൃതം നമുക്ക് അനുവദിച്ച് കിട്ടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ നേടണം. അതിനപ്പുറത്തേക്ക് ഒരിഞ്ച് നമ്മൾ നീങ്ങാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു വീക്ഷണം മുമ്പ് മുതലേ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. പൊതുപ്രവർത്തനത്തിന് വരുന്ന സമയത്ത് ബിസിനസ് പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? നമ്മൾ വഹാബ് സാബിനെ എടുത്തു കഴിഞ്ഞാൽ, വഹാബ് സാബ് വന്നിട്ടുള്ളത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയിൽ നിന്നാണ്. പല MP കൂടിയാണ്, പല പ്രാവശ്യം MP കൂടിയായിട്ടുണ്ട്. അല്ല, വഹാബ് സാഹിബ് കാലങ്ങളായിട്ട് MP ആണ്. അല്ല, സോറി, ബിസിനസ്മാനാണ്. അദ്ദേഹം ലീഗുകാരനായിരുന്നു. അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചു. ഒരുപാട് കൊല്ലം അദ്ദേഹം അധ്വാനിച്ചു. അങ്ങനെ അദ്ദേഹം നല്ലൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി. അദ്ദേഹത്തിൻ്റെ അനുജന്മാർ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇവരെയൊക്കെ ബിസിനസ്സിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച് അവരെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. അദ്ദേഹം എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങിയത്, അദ്ദേഹത്തിന് നിക്ഷേപിക്കാൻ എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന് ആരും ചോദിക്കില്ല. കാരണം അദ്ദേഹം ബേസിക്കലി ഈസ് എ ബിസിനസ് മാൻ. ബിസിനസ്സുകാരനാവാം, അതിൽ തെറ്റില്ല. പക്ഷേ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും വഹാബ് സാഹിബ് ബിസിനസ്മാൻ ആയിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഫണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവാദം, അത് വഹാബ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം അധ്വാനിച്ച് പണമുണ്ടാക്കി. അതുപോലെ ഇദ്ദേഹം അധ്വാനിച്ച് എവിടെ നിന്നാണ് പണമുണ്ടാക്കിയത് അദ്ദേഹം പറയട്ടെ. അങ്ങനെ അധ്വാനിക്കാതെ ആളുകളുടെ അടുത്ത് നിന്ന് ഷെയർ പിരിക്കുക, എന്നിട്ട് അതുകൊണ്ട് സംരംഭം തുടങ്ങുക, അത് പൊട്ടുക, ഈ ആളുകൾക്ക് മുഴുവൻ പൈസ കൊടുക്കാതിരിക്കുക. കാസർഗോട്ടൊക്കെ എത്രയോ സംഭവിച്ചില്ലേ? ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് അങ്ങേക്കറിയില്ലേ? അറിയാം. ഒരു വലിയ തങ്ങളാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ആളുകളെ പറ്റിച്ചത്. MLA ജയിലിലല്ലോ. എത്രയോ മാസങ്ങൾ അദ്ദേഹം ജയിലിലായിരുന്നു. മലപ്പുറത്ത് തന്നെ TP ഹാരിസ് എന്ന് പറയുന്നൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ 50 കോടി രൂപയാണ് ആളുകളെ പറ്റിച്ച് സ്വരൂപിച്ചത്. ഈ ആളുകൾ ഈ പണം കൊടുക്കുന്നത് നേരിട്ട് ക്യാഷായിട്ടാണ്. ഇപ്പോൾ നേരിട്ട് നിങ്ങൾ എനിക്ക് 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ തന്നാൽ അത് നിങ്ങൾക്ക് ഒരു കോടതിയിൽ പോലും പറയാൻ കഴിയില്ല. ശരിയാ. ബാങ്ക് മുഖേനയല്ലാതെ നിങ്ങൾ എനിക്ക് പണം തരാൻ പാടില്ല. ഇത് മുതലാക്കിക്കൊണ്ടാണ് ഈ ചൂഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരാതി കൊടുക്കാനും കഴിയില്ല. അപ്പം നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തന്നു എന്ന് നിങ്ങൾ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ 1 കോടി രൂപക്ക് ടാക്സ് അടച്ചോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. ശരിയാ. നിങ്ങൾ സോഴ്സ് കാണിക്കണം. ആ സോഴ്സ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പരാതി കൊടുക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നിങ്ങളിൽ നിന്ന് ഷെയർ ആയിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ട് പറ്റിച്ചുകൊണ്ട് സമ്പന്നരാവുക എന്നുള്ളതാണ്, ബിസിനസ്സുകാരാവുക എന്നുള്ളതാണ് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത്.
അപ്പോൾ മഞ്ഞളാംകുഴിയിൽ ഈ ബിസിനസ്സുകാരനായിരുന്നല്ലോ. അതെ. നമ്മൾ ആരെങ്കിലും തെറ്റു പറഞ്ഞോ? കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബക്കാരും സൗദി അറേബ്യയിൽ വളരെ കഷ്ടപ്പെട്ട് ഒരു കാലത്ത് പ്രയാസപ്പെട്ടിരുന്ന ആളാണ്. ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാൻ, അതെ, അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. അല്ലാതെ ഇപ്പോഴും ആണല്ലോ. ഇപ്പോഴുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ ബിസിനസ്സുകളൊക്കെ നോക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഫണ്ട് മുക്കിയിട്ട് പിന്നെ നിക്ഷേപത്തിന് തുക കണ്ടെത്തിയതല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ പറ്റിച്ച് ലീഗിലെ സ്വാധീനം ഉപയോഗിച്ച് ലീഗിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ പോയി കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയിട്ട് അല്ലല്ലോ അബ്ദുറഹിമാൻ ഇപ്പോൾ എത്തിയ നിലയിലെത്തിയിട്ടുള്ളത്. അയാളുടെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിൽ അയാളുടെ ജ്യേഷ്ഠൻ, കുട്ടി ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ഒരു ശക്തമായിട്ടുള്ള ബാക്കിങ്, അങ്ങനെയൊക്കെയാണ് അവർ ബിസിനസ് രംഗത്ത് മികവുറ്റവരായിട്ട് മാറിയത്. പലരും ഉണ്ട് അങ്ങനെ. ഇപ്പോൾ തോമസ് ചാണ്ടി മരണപ്പെട്ടെ, അദ്ദേഹത്തിൻ്റെ അനിയനിപ്പോൾ വലിയ ബിസിനസ്സുകാരനാണ് കേരള നിയമസഭയിൽ. അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് വലിയ സമ്പദ് ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്ത ആളുകൾ ശൂന്യതയിൽ നിന്ന് പണക്കാരായിട്ടിങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമാകുന്ന ജാലവിദ്യ, അത് അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് തട്ടിപ്പന്മാരാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എന്തുകൊണ്ടൊന്നും ഈ മുസ്ലിം ലീഗിനെ മാത്രം തിരഞ്ഞെടുക്കുന്നുണ്ട്? സാറിന് അറിയാം, എല്ലാ രാഷ്ട്രീയത്തിലും തട്ടിപ്പുള്ള ആൾക്കാരില്ലേ, ഏതിലാണ് ഇല്ലാത്തതുള്ളത്? അല്ല, മുസ്ലിം ലീഗിൽ ഇപ്പോൾ നമുക്ക് ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്ത് കാര്യങ്ങളും ആദ്യം നമ്മളിൽ അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മളുടെ സർക്കിളിൽ അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ മുസ്ലിം ലീഗിനെ ജീവിതാവസാനം വരെ വിമർശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലീഗ് നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ മറ്റു പാർട്ടികൾ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് ആ പാർട്ടികൾ തകരണം എന്നാണ് ആഗ്രഹം. ആണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. കൂടി ലീഗ് നല്ലപോലെ പോണെന്ന്. ലീഗ് നല്ല നേതാക്കന്മാരാൽ, പച്ച കിടക്കുന്ന നല്ല നേതാക്കന്മാരാൽ ലീഗ് നയിക്കപ്പെടണം. ഈ തട്ടിപ്പന്മാരും വെട്ടിപ്പന്മാരും ലീഗിനെ തകർക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം മുസ്ലിം എന്നുള്ള നിലക്ക് പലരിൽ നിന്നും നമുക്ക് പല വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളല്ലേ. അപ്പോൾ അത് ആർക്കും കൂടി മോശമാണ്, നമുക്കും കൂടി മോശമാണ്. ബിക്കോസ് ആത്യന്തികമായി എന്ത് പറഞ്ഞാലും പറയും ഇസ്ലാമോഫോബിയ എന്ന്. നമ്മളുടെ തെറ്റുകളും പെശകുകളും നമ്മൾ തിരുത്തിയിട്ടും ആളുകൾ എന്തെങ്കിലും പറയുകയാണെങ്കിലല്ലേ അതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയാ. ഒരു തട്ടിപ്പ് നടത്തി, അതൊരു മുസ്ലിമാണ്, ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ ഓനക്ക് ഇസ്ലാമോഫോബിയാണെന്ന് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുക? ശരിയാ. തോന്നിവാസം ഒരു മുസ്ലിം കാണിച്ചു, അത് ഏതെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചു, അതിനെ ഇസ്ലാമോഫോബിയ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ തെറ്റ് തിരുത്തുക, പെശകുകൾ തിരുത്തുക, ഏറ്റവും കുറവ് തെറ്റ് ചെയ്യുന്നവർ ഞങ്ങളാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എല്ലാ മതസമുദായങ്ങളും മാറണം. അപ്പോഴല്ലേ ഈ മതങ്ങൾ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ശരിയാ. മതം എന്തിനാണ്? മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം നമ്മളൊക്കെ ഓരോ മതക്കാരാണ് എന്ന് അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ മതങ്ങളൊക്കെ നമ്മളെ നന്നാക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അത് നന്നാക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിനെ വിമർശിക്കണം, ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാലേ നമ്മൾ നന്നാവും. സ്വയം വിമർശനം ആവശ്യമാണ്. ആ സ്വയം വിമർശനം നടത്താൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? വേണം.